പക്ഷെ എന്താ ചെയ്യുന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നത് ദോശ. എന്താ സ്പെഷ്യൽ എന്താ? കാട പുൽസൈ ദോശ. കാട പുൽസൈ ദോശ. ഇത് ആരാ പറഞ്ഞ പേര്? ഇതാ ഈ ക്യാമറേന്റെ പിന്നിൽ നിന്ന് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് എൻ്റെ അടുത്ത് ഈ ഒരു ദോശയെ പറ്റി പറയുന്നത്. എന്താ ചേട്ടൻ എന്ത് തോന്നുന്നു രക്ഷയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ? കാട പേരിന് ചെറിയ മാറ്റമുണ്ട്. കാട ബുൾസൈ മസാല ദോശയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 8-10 കാട മുട്ടയുണ്ട്. ആണല്ലേ? അടിപൊളിയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഇവരൊക്കെ കാട ബുൾസൈ മസാല കഴിക്കുമ്പോൾ ഞാൻ സാധാരണ അതേ കണ്ടില്ല നോക്കി മസാല ദോശയാണ് കഴിക്കുന്നത്. എത്ര വിനയവും. ഡയറ്റിംഗ് രാവിലെ മസാല ദോശ കഴിച്ചിട്ട് ഡയറ്റിംഗ് എടുക്കുന്നത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രാധികയുടെ ചെലവാണെന്നാണ് പറഞ്ഞത് നമ്മളെ കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ കേട്ടത് രക്ഷയുടെ ചെലവാന്നാ. പക്ഷെ നമ്മള് 3 പേരും കാട മുൾസൈ മസാല ദോശ ഓർഡർ ചെയ്തപ്പോഴത്തേനും രാധികയുടെ ബഡ്ജറ്റ് തീർന്നു. അതുകൊണ്ട് മാത്രം രാധിക സാധാരണ ദോശയിൽ ഒതുക്കിയതാണ്. അതായത് ഞാനിവിടെ ഒന്നും ചെലവിയുന്നില്ല. ഇവരൊക്കെ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോ. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. GP ഒക്കെ കാലിയ. രക്ഷയാണ് ഇന്നത്തെ ചെലവ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ചേച്ചിയുടെ കയ്യിൽ പൂത്ത ക്യാഷാണ്. പൈസ കൊണ്ട് അമ്മാനും. അപ്പോൾ മതി. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ രാവിലെ തന്നെ പ്ലിങ് ആവാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈസ്.